വോട്ട് തന്നാൽ റോഡ് ശരിയാക്കാം, വോട്ടിട്ട് ജയിപ്പിച്ചു ആരെയും കാണുന്നില്ല ഞങ്ങൾ. ഈ വെള്ളത്തിലാണ് ഞങ്ങൾ കിടക്കുന്നത്. കടൽ എപ്പോഴാണ് കയറി വരുന്നതെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല, ഈ വെള്ളം കാരണം. വർക്കല കുരയ്ക്കണ്ണി ഭാഗത്ത് ടൂറിസം മേഖലയിലെ പ്രധാന ഈട റോഡിന്റെ തകർച്ചയും സ്ഥിരം വെള്ളക്കെട്ടും പരിഹരിക്കുവാൻ നടപടിയില്ല. കുരയ്ക്കണ്ണി കുറ്റിക്കാട് ബ്യൂറോമുക്കിൽ നിന്ന് പാപനാശം കുന്നിലേക്കുള്ള റോഡിലാണ് മഴ പെയ്താൽ ദിവസങ്ങളോളം നീളുന്ന വെള്ളക്കെട്ടുള്ളത്. വിനോദസഞ്ചാരികൾ യാത്ര ചെയ്യുന്ന റോഡിലാണ് വർഷങ്ങളായി ഈ ദുരവസ്ഥ തുടരുന്നത്. ഈ വെള്ളമെല്ലാം ചാലുകളിലൂടെ ഒഴുകി വന്ന് കുന്നിൽ നിന്നും നേരിട്ട് തീരത്തേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ശക്തിയായി കുന്നിന്റെ അടിഭാഗത്തേക്ക് തുടർച്ചയായി വീഴുന്നത് കുന്നിടിച്ചിലിനും കാരണമാകുന്നു. പാംനാശം കുന്നിന്റെ വടക്ക് ഭാഗത്തെ റിസോർട്ടുകളിൽ ഉൾപ്പെടെ 100-ലേറെ സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന റോഡാണിത്. ഈ ഭാഗത്തെ റിസോർട്ടുകളിലേക്കുള്ള ഏകപാതയായതിനാൽ ദിവസവും നിരവധി വാഹനങ്ങളാണ് ഇതുവഴി പോകുന്നത്. ഈ ഭാഗത്ത് നിരവധി വീട്ടുകാരും ഈ കോൺക്രീറ്റ് റോഡാണ് ഉപയോഗിക്കുന്നത്. ഒഴുകിയെത്തുന്ന മലിനജലത്തിൽ ചവിട്ടുന്നത് മൂലം പരിസരവാസികൾക്ക് പകർച്ചവ്യാധി രോഗങ്ങൾ പിടിപെടുന്നതായും പറയുന്നുണ്ട്. സ്ഥിരമായി മഴ പെയ്യുന്നതിനാൽ റോഡിൽ വെള്ളം കെട്ടി നിൽക്കുകയാണ്. ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. ഞങ്ങളുടെ വീട് മൊത്തവും വെള്ളമാണ്. ഞങ്ങൾക്ക് നടന്ന് പോകാൻ പറ്റില്ല. ഞങ്ങളെ കാലും പെറും അത്രയും ചൊറിയാണ്. ഈ തേരോളത്ത് പിന്നോട്ട് ചന്തയിലെ വെള്ളങ്ങളാണ് ഇവിടെ വന്നിറങ്ങുന്നത്. ആ വെള്ളം വന്നിറങ്ങിയാൽ ഞങ്ങൾക്ക് നിവർത്തിയില്ല. മലത്താഴെ പോകാനുള്ള വഴിയില്ല വെള്ളത്തിന്. നല്ലൊരു ഓടയുണ്ടായിരുന്നു, അതെല്ലാം വെട്ടി വാരിയെടുത്ത് ആളുകൾ. ഇപ്പം നമുക്കൊരു നിവർത്തിയിലും വാങ്ങില്ല. ഇവിടെ ഇങ്ങനെ ഒരു റോഡുണ്ടെന്ന് പോലും ആർക്കും അറിഞ്ഞുകൂടാ. ഈ വെള്ളം വരുമ്പോഴേ ഞങ്ങൾ അറിയുന്നോളും. നല്ല വരുമാനമുള്ള ഒരു റോഡാണിത്. ഇത് ശരിയാക്കില്ല. വോട്ട് തന്നാൽ റോഡ് ശരിയാക്കാം, വോട്ടിട്ട് ജയിപ്പിച്ചു ആരെയും കാണുന്നില്ല ഞങ്ങൾ. എല്ലാവർക്കും കുന്നേത് കുഴിയേതെന്ന് അറിഞ്ഞുകൂടാ. ആ റോട്ടേ പോകും ആളുകളെല്ലാം. ഇങ്ങോട്ട് വെള്ളത്തിൽ വണ്ടി വരില്ല. വണ്ടി വന്നാൽ അവർക്ക് എഞ്ചിൻ പണിയാണ്. നമുക്ക് പോലും ഒരു കൊച്ചു വണ്ടി പോലും കൊണ്ടിറങ്ങാൻ പറ്റില്ല. ഉടനെ എഞ്ചിനകത്ത് വെള്ളം. ഈ വെള്ളത്തിലാണ് ഞങ്ങൾ കിടക്കുന്നത്. കടൽ എപ്പോഴാണ് കയറി വരുന്നത്. കുറ്റിക്കാട് ബ്യൂറോമുക്കിൽ നിന്നും പാപനാശം കുന്നിലേക്കുള്ള ഭാഗത്ത് ഓടയില്ലാത്തതിനാൽ വെള്ളം ഒഴുക്കി കടലിലെത്തിക്കുവാൻ കഴിയാറില്ല. പ്രദേശത്ത് നീരുറവകൾ ഉള്ളതിനാൽ മറ്റു ഭാഗങ്ങളിലെ വെള്ളവും റോഡിലേക്കാണ് എത്തുന്നത്. ഓടയില്ലാത്തതിനാൽ വെള്ളം റോഡിലൂടെയാണ് ഒഴുകുന്നത്. മഴ തീർന്നാലും വെള്ളക്കെട്ട് തുടരും. റോഡിന്റെ മിക്ക ഭാഗങ്ങളും തകർന്നിട്ടുമുണ്ട്. വിദേശികൾ അടക്കമുള്ള സഞ്ചാരികൾ നടന്നു പോകുന്നതും ഈ റോഡിലൂടെയാണ്. വെള്ളത്തിലിറങ്ങാതെ പോകാനുമാകില്ല. കുറ്റിക്കാട് ബ്യൂറോമുക്കിൽ നിന്നും തിരുവമ്പാടിയിലേക്കുള്ള ഓട നിർമ്മിച്ച് വെള്ളം കടലിലേക്ക് ഒഴുക്കിവിടണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. പകർച്ചവ്യാധികൾ അത്രയും എനിക്ക് എന്നെ മാരകമായ അസുഖം ആയി കണ്ടവണ്ണേ. ഇത് കണ്ട എനിക്ക് ഉള്ളിനകത്ത് വല്ലാത്ത ഇതൊക്കെ ഇടണം. ഈ പുക എത്രയും പിടിച്ച് വലിയൊരു രോഗിയായി. നമുക്ക് ഇതിലേ പോയി വെള്ളം മലയേരം താഴെ വീഴുമായിരുന്നു. അത് ആ കിട്ടാപ്പുകാരൻ അത് വെട്ടി അടച്ചു. അപ്പം ഇവിടെ കയറുമായിരുന്നു വെള്ളം അത്രയും. ഈ വീട്ടിൻ്റെ 4 വശവും വെള്ളമായിരുന്നു. മെമ്പറെടുത്ത് പറഞ്ഞ് മതിൽ കെട്ടി അടയ്ക്കാൻ. മെമ്പർ ശ്രദ്ധിക്കില്ല. ഇപ്പോൾ എനിക്കൊരു പേപ്പർ കിട്ടിയോനെ, പിന്നെ ഗണേശും അന്തരീര ആ പേപ്പറിൻ്റെ കണ്ടുകൊണ്ടാണ് ഞാൻ ഇതിനായിട്ട് ഇറങ്ങിയത്. അപ്പോൾ എൻ്റെ മരുമോൾ റാണി ഇവിടെ ഇപ്പം ഇല്ല. അവളാണ് ഇതിന് മുന്നിട്ട് ഇറങ്ങിയത്. വലിയൊരു തോടുണ്ടായിരുന്നു, അവർ അതിൽ കെട്ടി അടച്ചു കളഞ്ഞു. അപ്പോൾ ഇത് 100 പോലത്തെ ഒരു വഴി കൂടെയാണ് ഇപ്പോൾ പോകുന്നത്. അത് അത്രയും നമ്മൾ ഇപ്പുറത്തെ പേരെടുത്ത് കയറും. നമ്മൾ മതിൽ കെട്ടി രക്ഷപ്പെട്ട് കിടക്കുകയാണ്. നമ്മൾ അങ്ങ് റെയിലാപ്പീസ് തൊട്ട് ചന്തമുക്കുന്ന് മൊത്തം വെള്ളം വന്ന് തേരോളം ഉള്ള ഒരു കുളത്തിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഊറ്റ് പൊട്ടി ഒരു ഓട വഴി വന്ന് തിരുവാമ്പാണ്ടിയിലേക്ക് പോകാനുള്ള ഓട അവർ തിരിച്ചിങ്ങോട്ട് വെച്ചിരിക്കുന്നു. അന്ന് തൊട്ടേ ഞങ്ങൾ വെള്ളത്തിലാണ് കിടക്കുന്നത്. അന്ന് തൊട്ടേ വെള്ളത്തിൽ കിടക്കുന്നത്. നമ്മൾ അന്നേ കിടന്ന് പറഞ്ഞിട്ട് ആരും വഹിക്കുന്നില്ല. ഇവിടെ ടൂറിസ്റ്റ് കെട്ടിടങ്ങളാണ് ഇവിടെ ഉള്ളത് അത്രയും. പക്ഷേ ഇങ്ങോട്ട് വരുന്ന വഴി അവിടെ വീറമുക്കിൽ വരുമ്പോഴത്തേക്ക് വെള്ളം കാരണം വണ്ടിക്കാർ കൊണ്ടുവരില്ല. എല്ലാ കെട്ടിടങ്ങളും അടച്ചിട്ടിരിക്കുകയാണ് ഈ വെള്ളം വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജീവിക്കാനും ഒക്കില്ല. ഇവിടെ അത്രയും നിറച്ചും കുളം മാതിരി വെള്ളമാണ്. ഈ വീട് കട്ട കെട്ടിയതാണ്. ഇതിൻ്റെ 4 വശവും വെള്ളമാണ് മഴ സമയത്ത്. നിങ്ങൾക്ക് ഇന്നിപ്പം വന്നപ്പോഴത്തേക്ക് വെള്ളം കുറവാണ്. 2 ദിവസം കൊണ്ടേ മഴയില്ല. മഴ വന്നാൽ വെള്ളപ്പൊക്കമാണ്. അങ്ങോട്ട് പോകുമ്പോൾ അവിടെ നോക്കണം. ആ കയറ്റിൻ്റെ അവിടെ നമ്മളെ രക്ഷയ്ക്ക് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അപ്പുറത്ത് അടച്ചു കളഞ്ഞു ഓട.
വെള്ളം പോവില്ല അങ്ങോട്ട്. പ്രദേശവാസികളും സ്ഥാപന ഉടമകളും പലതവണ നഗരസഭയുടെയും വാർഡ് കൗൺസിലറുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പ്രശ്നപരിഹാരത്തിന് നടപടികൾ ഉണ്ടാകുന്നില്ല. ഭാരത് വിഷൻ, വർക്കല.